കല്യാണം ഒന്ന് നടത്തട്ടെ. ആൻഡ് ഫൈനലി നമ്മൾ ഗ്യാങ്ങായി. കല്യാണം കഴിക്കാൻ പോകുന്നൊന്നല്ല അറിയാം, അത് പറയാനൊന്നല്ല വന്നത്. കല്യാണമൊക്കെ അതിന്റെ ബൈക്ക് നടക്കും മുത്തേ. കല്യാണമൊക്കെ 2 ദിവസം 3 ദിവസമേ ഉണ്ടാവുള്ളൂ. അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാ ആ ഓളം കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഇതിമെന്നേക്കാരം. ടാക്കോയി താങ്ക് യു ഫോർ ദ 50 കിക്ക് പോയിന്റ്സ്, മീൻസ് എ ലോട്ട്. നമ്മള് കൊറേ വെയിറ്റ് ചെയ്ത് നമ്മള് ഗ്യാങ് ആവാത്തതിന്റെ ഒക്കെ സങ്കടത്തിൽ പുറത്ത് വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് നമ്മള് റൈറ്റ് ടൈമിലാണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആയത്. നമ്മള് എല്ലാത്തിൻ്റെതായ സമയം ഉണ്ടെന്ന് പറഞ്ഞാല് നമ്മൾ കറക്റ്റ് ടൈമിലാ. അതും സിറ്റിയിലെ ലൈറ്റ് ഗ്യാങ് ആയിങ്ങാണ്ടാണ് നമ്മള് സിറ്റിയിൽ വരാൻ പോണത്. വൺ ഓഫ് ദ ബെസ്റ്റ് ഗ്യാങ്സിലെ 3 ഗ്യാങ്സിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗ്യാങ്. ഡബിൾ ഗ്യാങ് ആയി, അത്രേ ഉള്ളൂ. അത് കോമാളി ഇബനാണ്, നോക്കിയാണോ അതിൽ ഇട്ടത് ചാറ്റില്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഗ്യാങ് ആയതിനു ശേഷം ആർക്കും അങ്ങനെ ഗ്യാങ് ആർപി കളിക്കാൻ പറ്റിയിട്ടില്ലല്ലേ. അപ്പൊ അതിന് സെർവറും പോയി, ആർക്കും ഒന്നും ആവാനും പറ്റിയില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതാണ് പറഞ്ഞപ്പോ ബോസ് ബ്രോ താങ്ക് യു ഫോർ ദ 5000 കിക്ക് പോയിന്റ്സ്, മീൻസ് ലോട്ട്. ലവ് യു ബ്രോ, ലവ് യു. ഇനി പൂരം ചെയ്യിക്കാന്നോ, അത്രേ ഉള്ളൂ. കൊറേ എന്താ പറയാ, കൊറേ അഡ്വാൻറ്റേജസ് ഉണ്ട് ഇതിന്, എന്താ പറയാ എലൈറ്റ് ഗ്യാങ്ങിന്. അത് ബ്രാവോന്റെ ലെവല് ബ്രാവോന് പറയും, കൊറേ കാര്യങ്ങളുണ്ട്. ടുട്ട് മിസ് ചെയ്യും സത്യല്ലേ. ടുട്ടിനെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മിസ് ചെയ്യുക. അവന്മാർക്ക് ഇനി ഒന്നും ആക്കാൻ പറ്റൂലല്ലേ. ടക്കായി ഇപ്പൊ ഇനി വരും, രണ്ടാഴ്ചയും കൂടെ ഉള്ളു. ടക്കായി 2 ആഴ്ച കൊണ്ട് ടക്കായി വരും. ബോസാടാ ബോസ്, അത്രേ ഉള്ളൂ. പിന്നെ മിന്നലിനും ടർബോക്കും ഒക്കെ ആയിരിക്കും കുറച്ചും കൂടി ടൈം വേണ്ടി വരാം. എന്നാലും റെഡി ആവും കരുതാം. ഡിലേ ഉണ്ട് അല്ലേ, 20 സെക്കൻഡ്സ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞത് 20 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് വരുള്ളൂ. എന്തായാലും ഇനി അങ്ങോട്ട് അടിപൊളിയാക്കാരം. നല്ല ടോപ്പ് ടൈമാ, നല്ല ടൈമാണ് ഞാൻ വരാൻ പോണത്. ഞാൻ കല്യാണം കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ ലൈവ് വരും കേട്ടോ. ഞമ്മ ഫുള്ള് പിറ്റേന്ന് സിറ്റിയിലേക്കാരോ. 17-ാം തീയതി ലോഞ്ചിന്റെ അന്ന് എന്തായാലും ഞാൻ സിറ്റിയിൽ വരും. അത് ഞാൻ തീരുമാനിച്ച. കാരണം എന്താ വെച്ചാല് എനിക്ക് ഈ ഒരു ടൈമിലാണ് എനിക്ക് ഇത്ര ദിവസം കല്യാണത്തിന്റെ തിരക്ക്, മനസ്സിലായില്ലേ. ഈ തിരക്ക് കഴിഞ്ഞ് ഇനി എന്താ പറയാ, മാരേജ് 16-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രീയാ. അതുവരെ ഉള്ള ഒരു ടൈറ്റ് ഷെഡ്യൂൾ വരുന്നുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ഇതായിട്ട് ഫുള്ള് ഓരോന്ന് അറേഞ്ച് ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാണ്ട് ഇങ്ങനെ തിരക്കിലായതുകൊണ്ടാണ് വരാൻ പറ്റാഞ്ഞത്. പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഫ്ലഫി വിളിക്കുന്ന. ഹലോ ആ പറഞ്ഞോ. ഷെയ്ക്കിന് സുഖാണ്. നിങ്ങളെവിടാ? തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ വണ്ടി തള്ളിങ്ങാണ്ട വരുന്ന ബാക്കില്. തിരിച്ചു പോകാൻ തോന്നുന്നുണ്ട് അല്ലേ. അത് ഇവിടെ വന്നാ റെഡി ആവും. അത് ഇവിടെ വന്നാ മതി. കപ്പിളാർപ്പി ഞാൻ റെഡിയാക്കി തരാം. ഇനി അങ്ങോട്ട് കപ്പിളാർപ്പി അല്ല, ഈ മണിഹൂണാണ്, ഹണിമൂണാവില്ല. ഞാൻ ലൈവാ വിളിക്കാം. TV അർജിതാവൻ KV, അതെ 3 ഗ്യാങ്ങാണ് എലൈറ്റ് ഗ്യാങ് ഇങ്ങോട്ട് ഉണ്ടാവുക. ഗുഡ് തിങ്സ് ടേക്ക് ടൈം. അതെ, പക്ഷെ നമ്മള് റൈറ്റ് ടൈമിലാ, മനസ്സിലായോ. സത്യം അന്നായിട്ടും പ്രത്യേകിച്ച് ഇപ്പൊ അന്നായിരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് കിട്ടൂല, മനസ്സിലായില്ല. നമുക്ക് ഇപ്പൊ ഒരു കറക്റ്റ് ടൈമാണ് നമ്മളത്. കാച്ചി ഫുള്ള് ഹാപ്പി ആണല്ലോ. ഫുള്ള് ഹാപ്പി ആയി. സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ഗ്യാങ് ആകാൻ കഴിയൂല എന്നുള്ള ഒരു തോട്ട് ഉണ്ടായിരുന്നു. കാരണം ചാലഞ്ചിങ് ആയതുകൊണ്ട്, ഒരുപാട് ഓപ്പോസിറ്റ് വേറെയും ടീംസ് ഉണ്ടായതുകൊണ്ടൊക്കെ ചാലഞ്ചിങ് ആയിരുന്നല്ലോ. പക്ഷെ അത് ഭൂമി ഉണ്ടോന്ന് അറിയില്ല കേട്ടോ. ഭൂമിനൊക്കെ വിളിച്ചിരിക്കണം, വരും അറിയില്ല. ആർക്കൊക്കെ എല്ലാരും വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ ആരും ഒന്നും ഓർമ്മയില്ല മുത്തേ. ലേസം തലയിൽ കൂടി വേറെ കുറെ കാര്യങ്ങൾ ഓടുന്നുണ്ട്, മനസ്സിലായോ. ഇവർക്ക് എല്ലാവർക്കും റൂം സെറ്റ് ചെയ്ത് കൊടുത്തിന്. മഞ്ചേരി ഒരു ഫുള്ള് ഫ്ലാറ്റ് ആക്കി കണ്ട് എടുത്തു കൊടുത്തിന്. 3 നിലയിൽ അങ്ങനെ മൊത്തത്തിൽ എടുത്തു കൊടുത്തതാ. അപ്പോ അപ്പാർട്ട്മെന്റിൽ ഒരു മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോ വരുന്നവരുണ്ടാവും.
കുറെ പേര് ഇനി ഇവിടെ എന്താ പറയാ ഇവിടെ ഓൾറെഡി വന്ന കുറച്ച് പേരുണ്ട്. എടാ എന്റെ തലയിൽ കൂടി എന്താ പറയുക, സത്യം പറഞ്ഞാൽ വേറെയും കുറെ കാര്യങ്ങൾ പോകണോണ്ട് എനിക്ക് ഇതിമക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയണില്ല. അതാ സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർപ്രൈസ് നിങ്ങൾ വിചാരിക്കണ സർപ്രൈസ് റിക്രൂട്ട്മെന്റ് അല്ലേ? റിക്രൂട്ട്മെന്റ് ഉണ്ടാവും, ഗ്യാങ് സെറ്റിയിലൊക്കെ ഫോമായി കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവുള്ളൂ പയ്യെ. ടർബോ ഉണ്ടോന്ന് വെച്ചാൽ ടർബോ വരുന്നില്ലല്ലോ. ടർബോ ആണല്ല, എല്ലാരും ഇങ്ങോട്ട് വാ, ഇവിടെ നേരി. നിങ്ങൾ അവിടെ ഇരിക്കുമ്പോ എനിക്ക് എന്താ എന്റെ മൈൻഡ് അങ്ങോട്ട് പോവാണ്, അതാണ് പ്രശ്നം. ആ വാ 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 കാലിദ് വാ, കാലിദ് വാ. കാലിദിനെ കാണണ്ടേ? അയ്യോ ഇവിടെ ബോസ് ബ്രോയും പിന്നെ അതേമാതിരി ഹരികൃഷ്ണൻ ബ്രോ, അങ്ങനെ കുറെ പേര് കനിഞ്ഞിട്ട് വന്ന ഒരാളുണ്ട് ഇവിടുന്ന് ദുബായിന്ന്. ടിക്കറ്റിനുള്ള ഫണ്ടൊക്കെ അയച്ചു കൊടുത്ത് ഒരു ഡാഡു വന്നിരുന്നു ഇവിടെ. ശരിക്കും ഒരു ഡാഡു തന്നെയാണല്ലേ, കണ്ടാ തന്നെ ഒരു ഡാഡു ആണ്. വാ അല്ല പ്രായത്തിന്റെ അല്ല, പക്ഷെ നീ ശരിക്കും ഒരു ഡാഡു ആണ്. വാ 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 വാ. ജെനെക്സ് വരണ്ട കേട്ടോ, അടന്നോ നീ അടന്നോ. റിനുവിനെ കണ്ടിട്ടില്ലല്ലോ ചാറ്റ്. റിനുവാ റിനുവാ വാടാ. അയ്യേ ഇവന്മാരെന്ത് ഇൻട്രോവേർട്ടാടാ ചാറ്റ്. അയ്യേ ടി വി വരുമോന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാരും ഇൻവൈറ്റ് ചെയ്തതാ, പക്ഷെ ഈഗിളുടെ റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല. മാക്കും ഞാനും ട്രൈ ചെയ്തു, റിപ്ലൈ കിട്ടിയിട്ടില്ല. ബ്രാവോക്ക് വരാൻ കഴിയൂല, ബ്രാവോ പറഞ്ഞു സെർവർ 17-ാം തീയതി ലോഞ്ച് ആയതുകൊണ്ട് ബ്രാവോക്ക് വരാൻ കഴിയൂല എന്ന് പറഞ്ഞു. പിന്നെ ബ്രാവോ പിന്നെ ഒരു ദിവസം വരാന്നാ പറഞ്ഞത്. ബ്രാവോനോട് സംസാരിച്ച ബ്രാവോ ഈഗിൾ വരും എന്നാണ് പറഞ്ഞത്. എനിക്ക് അറിയില്ല, കോണ്ടാക്ട് ആക്കിയിട്ട് കിട്ടിയിട്ടില്ല, എന്തെങ്കിലും തിരക്കിലായിരിക്കും മേ ബി. നോക്കിയോട് കുളിക്കാൻ പറയാം, സത്യം പറയാലോ. നോക്കിയ 2 ദിവസമായിട്ട് കുളിച്ചിട്ടില്ലല്ലോ. ആ ഇജാണ് ഇവിടെ ഈ ചീഞ്ഞ് വീത്ത് ഇങ്ങനെ നടക്കണത്, ഇവിടെ റൂം മണക്കണത് ഇജ് വന്നിട്ടാ തോന്നുന്നുണ്ട്. കാസ്ട്രോ വരും കല്യാണത്തിന് വരും പറഞ്ഞു മെസ്സേജ് ഇട്ടീന്. ഷേക്ക് വരുമോന്ന് അറിയില്ല നാളെ. തലപ്പതി കൊറേ പേരുണ്ടടാ, ക്വാർട്ടറൊക്കെ വരുന്നുണ്ട്. മറ്റേ ഇവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് ക്വാർട്ടറൊക്കെ വരുന്നുണ്ട്. തിരൂർക്ക് ടിക്കറ്റ് ഒക്കെ എടുത്തു എന്നൊക്കെ പറഞ്ഞു. സൈഫർ വരുന്നുണ്ട്, കൊറേ പേര് വരുന്നുണ്ട്. അതിന്റെ പിന്നെ സൈഫറിനെ നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് ആൾക്കാർക്ക് പുതിയൊന്ന് വിളിക്കുന്ന ഹരികൃഷ്ണൻ ബ്രോ എന്താണ് ഇട്ടത്? സുനിനി ഗോഡ് ഫാദർ ഇൻ RP ആൻഡ് ഇൻ റിയൽ ലൈഫ്. ബ്രോ നമ്മളൊരു അങ്ങ് വരക്കും, മനസ്സിലായ? അവിടെ അങ്ങ് നിൽക്കും, അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് പോവില്ല. നമ്മളെ സൈഫർ, അതെ അതെ നമ്മളെ സൈഫർ അങ്ങ് പോട്ടെ. വേറെ എന്തോ തലപ്പാലോ കണ്ടില്ല, ചേട്ട് പോയി. റാംബോ വരും. എത്ര ആൾക്കാരാന്നുള്ളത് അറിയില്ല, വിവരം തരാൻ പറഞ്ഞിക്കണ് ഞാൻ. VH ആൾക്കാരുണ്ടാവും. സായിപ്പ് മാക്സിമം വരാൻ നോക്കാറുണ്ട്. അണ്ണാണി വേറെ ഒരു നിങ്ങളുടെ അടുത്ത് ഇനി ലൈവില് ആരോടത്തേലും പറഞ്ഞിക്കണോ അറിയില്ല, കുറെ ആൾക്കാർക്ക് അറിയണ്ടല്ലോ. വേറൊരു സായിപ്പ് വേറെ കുറച്ച് പരിപാടികൾ ഒക്കെ ആയിട്ട് തിരക്കിലാണ്, അപ്പം അത് സൂൺ ചിലപ്പോൾ അറിയും. അതുകൊണ്ട് ചിലപ്പോഴേ വരുള്ളൂ, ചിലപ്പോൾ വരില്ല എന്ന് പറഞ്ഞു. കൊമ്പൻ നോക്കട്ടെ എന്നാ പറഞ്ഞത്. അവർക്ക് എന്തോ അന്ന് ഫ്രീ ഫയറിന്റെ എന്തോ ഒരു ഇതുണ്ട്, ഫ്രീ ഫയറിന്റെ എന്തോ ഒരു ഇവന്റ് ഹോസ്റ്റ് ചെയ്യാനോ അങ്ങനെ എന്തോ ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞു. ജോസുട്ടിക്ക് എന്തോ ഹോസ്പിറ്റൽ കേസ് ഉണ്ടെന്നാണ്, ചിലപ്പോൾ വരും. തൊപ്പിനെ ഞാൻ വിളിച്ചു, പക്ഷെ കിട്ടിയിട്ടില്ല. ഷമീറിന് മെസ്സേജ് ഇട്ടു, ഷമീർ ഇൻഷാല്ലാ പറ്റണേ വരാറുന്നു. പിന്നെ ആരാ? ചാക്കുയി താങ്ക് യു ഫോർ ദ 500 കിക്ക് പോയിന്റ്സ്. ബീൻസിലോട്ട് ആദ്യം പോയോ? എവിടേക്ക് പോയോ? ലൈൻ എവിടെ വരക്കും എന്ന് സുനു തീരുമാനിക്കുന്നോ? അയ്യേ അങ്ങനൊന്നുമില്ല, നമ്മള് വീട്ടിൽ തന്നെ നമ്മളെ ഡോണ, മനസ്സിലായോ? അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ഒരു ദൂരില്ല. അതാ, പക്ഷെ അവർക്ക് വരാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ല. ഞാന് മമ്മൂനെ വിളിച്ചിക്കണ്, ആദിലിനെ വിളിച്ചിക്കണ്, മുനു വരും. മമ്മൂനെ പിന്നെ ഓൾറെഡി എന്തോ സംസാരിച്ചപ്പോ മഞ്ചേരി ഓൾറെഡി ഒപ്പിടാൻ ചെല്ലാണ്ട് എന്ന് പറഞ്ഞു സ്റ്റേഷനിൽ. അപ്പൊ മമ്മു അത് കഴിഞ്ഞിട്ട് അങ്ങനെ നേരെ വരാന്നാണ് പറഞ്ഞത്. ഇല്ല, മമ്മൊക്കെ പുറത്തിറങ്ങി വരും. ഞാൻ തമാശ പറഞ്ഞാണേ, ചില്ലായി കണ്ട് എടുത്താൽ മതി, അതൊക്കെ വരും. തേക്ക് ചൊറുക്കണല്ലോ. എടാ ഞാൻ ആദ്യം പണ്ടേ ചൊറുക്കലടാ, എന്ത് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? പെട്ടെന്ന് കാണുന്ന പോലെ. ഞാൻ 2 ദിവസം ഗ്യാപ്പ് എടുത്ത് വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ കാണാതെ പെട്ടെന്ന് കണ്ടിട്ടാ.
ആ റിബലിനെ ഞാൻ സത്യം പറഞ്ഞാൽ വിളിച്ചിട്ടില്ല കേട്ടോ. അയ്യോ സത്യം പറയല്ലേ, റിബലിനെയാണ് ഞാൻ വിളിക്കാത്തത്. അതിന് ഒന്നാമത് പുള്ളി വേറെ കുറച്ച് ബ്രേക്കൊക്കെ എടുത്ത് ഗ്യാപ്പ് എടുത്ത് നിൽക്കുകയാണ്, അങ്ങനത്തെ ടൈമാണ്. അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിബലിനെ വിളിക്കാൻ മറന്നതാ. വിളിക്കണം അത് കഴിഞ്ഞിട്ട് വരുമോ അറിയില്ല. സത്യം പറയാം, എനിക്ക് ആ ഭാഷനെ നല്ല ഡൗട്ട് ഉണ്ട് ദിഗോഡിനെ. സത്യം പറയാം, പെട്ടെന്ന് വിളിച്ചിട്ട് ഷെയ്ക്കേ ബൈക്കുമെന്ന് വീണു, കാലിന്റെ അത് പോയി, ലിഗമെന്റ് പോയി എന്ന് പറഞ്ഞിട്ട്. എടാ വരാതൊക്കെ എന്തെല്ലാം ഉടായ്പ വന്നടാ. ഇവനെല്ലാം ഗ്യാങ് എക്സലിൽ ഇപ്പം കളിക്കൂല, ഉറപ്പാ. ഭാഷനെ ഞാൻ കളിപ്പിക്കൂല, കല്യാണത്തിന് വരാത്ത ഒരുത്തിനും കളിപ്പിക്കൂല. ഓൾറെഡി ടർബും മിന്നലും പിന്നെ ഇല്ല, അമ്മമാർക്ക് അറിയാം ഗ്യാങ് എക്സല് കുറച്ചു കാലം എന്തായാലും കളിക്കാൻ കഴിയൂല എന്നുള്ളത്. അതുകൊണ്ട് ഇതാക്കാൻ കഴിയില്ല, അമ്മമാർക്ക് അറിയുന്നതുകൊണ്ട് അമ്മമാര് മനഃപൂർവ്വം വരാത്തതാണ്. അലക്സിനെ വിളിച്ചു, അലക്സ് മാക്സിമം വരാൻ പറ്റുമോ നോക്കട്ടെ, വരുവാന്ന് തന്നെ പറഞ്ഞത് എൻ്റെ അടുത്ത്. വക്കുവിനെ വിളിച്ചാണ്, മല്ലു ബെസ്റ്റ് മാസ്റ്ററെ വിളിച്ചു, പിന്നെ ആരെ ബ്ലാക്ക് മാമ്പ അല്ലേ അവന്മാരെ വിളിച്ചാണ്, കൊറേ പേരെ വിളിച്ചാണ്. ആയിഷാമ്മയുടെ മറക്കല്ലേ അടാ, ആയിഷുവിനൊന്നും മെസ്സേജ് പോലും ഇട്ടിട്ടില്ലട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എടാ ഞാൻ കൊറേ പേരെ ഇത് നമ്മളെ തലയിൽ കിട്ടൂല സത്യം പറയല. ഇത് ഒരു വലിയൊരു പ്രോസസ്സാണ്. നമ്മള് ഭരച്ചനോട് ഞാൻ പറഞ്ഞു മെസ്സേജ് ഇട്ടാ, കൊറേ പേരോട് പറഞ്ഞു. വ്യാസൻ വരുന്നുണ്ടോന്നോ, വ്യാസൻ വരുന്നില്ല. റെക്സിനോട് പറഞ്ഞിട്ടില്ല കേട്ടോ, റെക്സിനെ ഞാൻ വിട്ടു, റെക്സിനെ പറഞ്ഞതാ. കുറുപ്പുമാര് ഓൾറെഡി പോകുന്നു, ഇവിടെ എത്താനായിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, കാലത്ത് പൈസ. എടാ വാ സക്കായി വാ. അയ്യേ സക്കായി എന്തെങ്ങനെ ഇരിക്കുന്നു, വാ. ഇല്ല നിനക്ക് എന്തിനാടാ, നീ എന്തിനാ പുതുങ്ങുന്നത്, നിന്നൊക്കെ ഓൾറെഡി കണ്ടാ. നീ വാ കാലിത് വാ. ഡാഡു വരുന്നുണ്ട് വാ. ഇത് ഡാഡു അല്ല, ഡാഡി ഗിരിജയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാ. മനസ്സിലായോ? അയ്യോ എങ്ങ വന്നിരി. കാലിത് പാട്ട് പറഞ്ഞു. എടാ ഫാൻ ഓഫ് ആയിക്കാ, എ സി ഇട്ടണല്ലോ അത് മതി. ഇരിയടാ ക്യൂട്ടി ഡാഡു. എടാ ഞാൻ പറട്ടെ, ഇവനൊക്കെ ഭാഷ കണ്ട പ്ലക്കി വിടും, ഭാഷ ഫുൾ ചബ്യാണ്. ഇങ്ങോട്ട് വാ ഇരിയടാ. എന്തിനാടാ ഇത്ര നീ, ഇത് നമ്മളെ ഓറ സക്കായി. ഇതാണ് നമ്മളെ സെമിയിൽ നിന്നും ഫൈനലിലേക്ക് കയറ്റി വിട്ട് 2 പോയിന്റ് ജയിപ്പിച്ച് തന്നെ ഓറ സക്കായി, മണ്ണാന്റെ ഉള്ളി. അപ്പോ ഇവ ഇരുന്ന് പൊട്ടിച്ചുട്ടാതെ. ഇല്ല അത് വേറെതാണ്. ഇരി കപ്പ് 2.0 ആരിബനാ. അയ്യേ ഇല്ല ആണാ, ഇല്ല ചെറിയൊരു കട്ടുണ്ട്. ഉണ്ട് ചെറിയ ഇവിടെ ഈ ഒരു കവിളൊക്കെ ആയിട്ടുണ്ട്. ബാലന്റെ ബാലന്റെ അതെന്താ സ്പെക്സ് വെച്ചിട്ടാ നിന്റെ? അല്ല എന്നാലും ഉണ്ട്. നീ ഇവിടെ ഇരി, ചാറ്റിന് കണ്ടേ. ബുള്ള് വരേണ്ടതാണ്, ബുള്ള് വരും, മിക്കവാറും വരും. ജർമ്മൻ സക്കായി ഓറേ. നീ ജർമ്മൻ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? എടാ നീ എന്താ പാളി വെക്കുന്നു, ഇവിടെ ഇരിയടാ മണ്ട. ഇരി ഇരി. ഇവരെന്ത് വിതിങ്ങടാ. ഇവൻ മണ്ടനാണടാ, ഇവൻ മനസ്സിലായിട്ടില്ലടാ സത്യം പറഞ്ഞ. അങ്ങനെ വല്ല അയിപ്പിട്ട് നിക്കുന്നു, വല്ല വരാതെ ഇങ്ങനെ. 19,000 റുപ്യന്റെ ടിക്കറ്റ് എടുത്ത് കൊടുത്ത് കണ്ട വന്ന്, എന്നിട്ട് ഓനൊരു മൂന്ന കാണിച്ചാൻ പറ്റൂല, അടിച്ചല്ലേ വേണ്ടവനൊക്കെ. റിനു ഇവിടെ ഉണ്ട്. ഇതാണ് റിനു ആക്കണേ. റിനു അയ്യേ ഇവന്മാരെന്ത് വാണാണ് കഴിച്ചാൽ. സത്യം പറയൂ, ഇവനൊക്കെ റിനൊക്കെ മറ്റേ എന്താ പറയാ, ക്യാമറ ഇല്ലാതെ എന്താ പറയാ, ക്യാമറ ഓഫ് ആയിക്കാണ്ടുള്ള സാധനമൊക്കെ ചെയ്യുമ്പോ എന്ത് വർത്താനാന്നറിയാം. ഇവന്റെ സ്ട്രീം ഞാൻ എടുത്ത് നോക്കുമ്പം കടാന്ന് തന്നെ ആയിരിക്കും. ദിൽഷാദ് ബ്രോ, കാഫി ബ്രോ, ഹരികൃഷ്ണ ബ്രോ ഒക്കെ കല്യാണത്തിന് വരുമോ പോസേന്നാ?
ദിൽഷാ ബ്രോ നോക്കുന്നുണ്ടടാ, പുള്ളി UK വരാൻ കഴിയുമോ നോക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞേക്കണം. നമ്മളെന്താ വെച്ചാൽ ഇപ്രാവശ്യം എന്തായാലും RG7 ഫസ്റ്റ് ഓണം പരിപാടി നമ്മൾ എന്തായാലും കണ്ടക്ട് ചെയ്യും എന്തായാലും കൺഫേം ആയിട്ട് കണ്ടക്ട് ചെയ്യും. T47 വിളിച്ചോ? ഇല്ല, അതിൽ നിന്ന് ഒരുത്തിനെ ഞാൻ വിളിച്ചിട്ടില്ല. ഇപ്രാവശ്യം മിക്കവാറും എന്താ പറയാ, ഒന്നെങ്കിൽ എറണാകുളം അല്ലെങ്കിൽ കൊല്ലം ആ സൈഡിലേക്ക് ആയിരിക്കും, തിരുവനന്തപുരം ആ സൈഡിലേക്ക് വെക്കാന്ന് കരുതിയത്. കാരണം എന്താ വെച്ചാൽ ഇവിടേക്ക് പരിപാടി വെക്കും തോറും ഇവന്മാർക്ക് എല്ലാവർക്കും വരാൻ റിസ്ക്കാണ്. ഒരുപാട് പേര് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം, മനസ്സിലായി. അപ്പം ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട്, പിന്നെ അതേമാതിരി കണ്ണൂർ, മലപ്പുറം ഈ ഭാഗത്തുനിന്ന് വളരെ കുറച്ച് ആൾക്കാരെ പോകാനുള്ളൂ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒരുമിച്ച് അങ്ങോട്ട് ആ സൈഡിൽ എവിടെയെങ്കിലും ഒരു 26-നോ 25th അല്ലെങ്കിൽ കറക്റ്റ് ഓണം എന്നാടാ? എന്താന്നടാ, നീ എന്ത് സ്കൂളിലാണല്ലോ അല്ലെങ്കിൽ ഓണം എന്നാ പഠിപ്പിച്ചു കൊടുക്കണത്? മണ്ടേ 26 ആണ് പറയുന്നത് കുറെ പേര്. 26 തന്നെ പ്രോപ്പർ ഓണാണെന്നുണ്ടെങ്കിൽ ഓണത്തിന്റെ അന്ന് പറ്റലുണ്ടാവില്ല. അന്നെങ്കിൽ ഓണത്തിന്റെ ഒരു 3 days മുന്നേ 2 days മുന്നേ ഒക്കെ വെക്കേണ്ടി വരും. അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം, അല്ലെങ്കിൽ മന്തിന്റെ നമുക്ക് എപ്പോഴും വെക്കാം. ഈ മന്തിന്റെ ഒരു അല്ല, നീ പോകുന്നതിന് മുമ്പ് വെക്കണം, അത് ശരിയാ. TJ കുറെ പേരെ വിളിച്ചതാ, നമുക്ക് അറിയുന്ന കുറെ പേരെ വിളിച്ചതാ. SYT ലീഡർ സത്യം പറയാലോ ആദിവേലൊന്നും വിളിച്ചിട്ടില്ല കേട്ടോ കല്യാണത്തിന്. ആദിവേലൊക്കെ വരുമോ? ആദിവേലിനൊന്നും നിന്നെ ശരിക്കും പേഴ്സണലി അറിയുന്നുണ്ടാവടാ. അങ്ങനെ നമുക്ക് അങ്ങനത്തെ ഇതില്ല. RP ഇങ്ങനെ ചുമ്മാ താളം വിടാന്നല്ല, നമ്മളൊന്നും അങ്ങനത്തെ പരിചയമല്ല. എന്നാലും വിളിക്കാം. ബ്ലൂവിനൊക്കെ വിളിച്ചു. ബ്ലൂവിനോട് വിളിച്ചപ്പോൾ പറഞ്ഞു ബ്ലൂ ഈ ലാസ്റ്റ് ടൈമിൽ പറഞ്ഞാൽ എങ്ങനെ വരിക എന്നൊക്കെ ചോദിച്ചു എന്നോട്. ഷാലുറക്സ്, ഡാനി, ആടാ അതേമാതിരി കുറെ ഡാനിനെ വിളിച്ചു. ഷാലുറക്സിനെ വിളിച്ചില്ല, വിളിക്കണം, വരാൻ പറയണം. മറ്റന്നാളല്ലേ, അവന്മാർക്കൊക്കെ വരാൻ കഴിയും. ഇവിടെ അടുത്തൊക്കെയാണ് അവന്മാരൊക്കെ. ഭൂമി റാസനെ വിളിച്ചിരിക്കണേ. നിങ്ങൾ ഇന്നെ കല്യാണം ഇന്റെ ചെലവ് കൂട്ടാനുള്ള പരിപാടിയാ ഇപ്പൊ നിങ്ങള് പറഞ്ഞോണ്ടിരിക്കണത്. ഇത് ഞാൻ വേഗം ഓഫാക്കി പോണ പരിപാടിയൊക്കെ എനിക്ക് നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ ലേസ് ലോസിലോട്ട് പോകും. ഹബീബി ബ്രോ, താങ്ക് യു ഫോർ ദ അനദർ 50 കിക്ക് പോയിന്റ്സ് മീൻസിലോട്ട്. മാരേജ് ലൈവ് ഇവന്മാരുണ്ടാവും നാളൊക്കെ. IRL ഇവന്മാർ കുറേ പേരുണ്ടാവും. എല്ലാവരും മാക്സിമം എല്ലാവരും IRLൊക്കെ ഒന്ന് കയറി ഇവന്മാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. നല്ല നല്ല പൊട്ടത്തരങ്ങൾ കാണാൻ ഉസ്മാന്റെ വക ഒരു കംബാക്ക് ഇന്നുണ്ടാവും കൺഫേം ആയിട്ടും. ഉസ്മാൻ IRL കിങ് വരും. ഉസ്മാന്റെ IRL ഇന്ന് രാത്രി. ആരെ കാണാന് അല്ലേ? ഇന്ന് പിന്നെ വളരെ 10 ml അല്ല, 20 ml അല്ല, 100 ml മേലെ ആക്റ്റീവായി നിൽക്കാൻ കഴിവുള്ള ബിലാൽ, പിന്നെ 500 ml കപ്പാസിറ്റി ഉള്ള മാലിക്, പിന്നെ 1000 ml അടിച്ചാലും ഞാൻ താഴത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാക്ക്. അത് പിന്നെ ഒരു 2 കാത്ത് കയറിയാൽ തന്നെ മാക്ക് കഥ പാട്ട് പിന്നെ അങ്ങ് പോവും. എന്റെ അളിയൻ മന്ത്രിയായിരുന്നു. മന്ത്രി വേറൊരു സാധനം പറയലുണ്ടേനു. അതൊന്നല്ല വേറൊരു സാധനം ഉണ്ടായിരുന്നു മുത്തേ. എന്റെ പഴയ കാലം നിങ്ങക്ക് അറിയാത്തോണ്ടാ. ആ ഒരു സാധനം വരട്ടെ. അങ്ങ് കൊറേ സാധനം വരും. അയ്യോ അത് വിട്ടുവിടാ. ജോഷുവ നമ്മളെ ഏറ്റവും പവർഫുൾ സാധനമാണ്. ജോഷുവ ജോഷു സീനാടാ. പക്ഷെ ജോഷുവ വേറെ സാധനമാണ്. അത് ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണം കേറിയതിന് ശേഷം ഉമ്മാരെ ലൈവ് കിട്ടണം നിങ്ങക്ക്. നല്ല കോമഡി സാധന. തലപതി വരുമോ അറിയില്ലടാ. തലപതി അവൻ എന്തോ ഫാദറിന്റെ കൂടെ എന്തോ ഹെൽപ്പ് ചെയ്യാണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ മാക്സിമം അവൻ വരുന്നുണ്ടാവും, വരാൻ മാക്സിമം നോക്കുന്നാണ് അവൻ പറഞ്ഞത്. പപ്പുണ്ട്, ലോക്കി ഉണ്ട്, പിന്നെ ആരാ ആ വണ്ടിയിൽ ഇറക്കിനു? ഫ്ലഫി ഉണ്ട്, കുറുപ്പ്. ഹനാൻഷാനെ വിളിച്ചിട്ടില്ല. ഹനാൻഷാക്കൊന്നും വരാൻ നേരം ഉണ്ടാവില്ല, തിരക്കായിരുന്നു. ഹനാൻഷാന്റെ എന്തോ ഒരു പരിപാടി ഉണ്ട് എന്നല്ലേ പറഞ്ഞത്? അങ്ങനെ അറിയില്ല കേട്ടോ. ഹനാൻഷാക്ക് വേറെ എന്തോ പരിപാടി ഉണ്ടോ അങ്ങനെ എന്തോ പറഞ്ഞു, എനിക്കറിയില്ല. മാന്യന്മാരെ കുറിച്ച് അപരാധം പറയല്ലേ ബ്രോന്നോ? ഫാറ്റ് ബോയ് നീയാണ് A-class ആണ് ഇതില്, മനസ്സിലായോ? നിന്റെ ഒരു പ്രത്യേകത. ഞാൻ ബിലാലിന്റെ ഒരു സാധനം പറഞ്ഞ, ബിലാലിന്റെ ഒരു സാധനം എന്താ വെച്ചാല്, ഞാൻ എത്ര എണ്ണം അടിച്ചാലും ഫിറ്റ് ആവില്ല. അതാണ്. 2 എണ്ണം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി മാന്യൻ, അങ്ങനത്തെ ഒരു ഇതായിരിക്കും, മനസ്സിലായോ?
പറയും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ പറയും എടാ കൊണ്ട നീ ഫിറ്റ് അല്ലേ ചോദിച്ചാ ഷെയ്ക്ക ഞാൻ പച്ചയാണ് ഷെയ്ക്ക അങ്ങനെ അത്ര എക്സ്ട്രാ ഓർഡിനറി ഡീസെന്റിക്ക് പോകും. അതാണ് മിസ്റ്റർ പെർഫെക്റ്റ്. അതെ അതാരാ അതാരാ ടക്കായോ? ഹലോ ഹലോ 12:15 ട്രെയിൻ എത്തും തിരൂര്. വണ്ടി വിട്ടേക്കണം കേട്ടോ. ഡിഫൻഡർ വേണ്ട, ഓക്കെ നല്ലൊരു സെഡാൻ ആയിക്കോട്ടെ. ഓ ഓക്കെ സെഡാൻ 12:15 ലേറ്റ് സെഡാൻ എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. അതിൽ ഏത് വണ്ടിയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? കുഴപ്പമില്ല, ഏതാണ് കുഴപ്പമില്ല. നല്ല 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 ഓ ഓക്കെ. ഈ മൂടുള്ള വണ്ടി വേണോ മൂടില്ലാത്ത സെഡാൻ വേണോ? ഏതാ വേണ്ടത്? മൂടുള്ളത് വേണം. ഓക്കെ ശരിയാക്കി തരാം. വിടാം. ഇവ എന്ത് വേണാന്നടാ ഇവ. ജെ എന്തോടാ ഓനെന്തോ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കിട്ടും. വരാൻ കയ്യിലുണ്ടാവും. ഞാൻ മെസ്സേജ് കണ്ടു, റിപ്ലൈ കൊടുക്കാൻ ടൈം കിട്ടിയില്ല, ഒന്നും നോക്കാൻ നേരം കിട്ടിയില്ല. മറ്റേ പ്രണവ് ഉണ്ടാവൂലോ. പ്രണവ് ആരും കൂടില്ലേ? പ്രണവ് ബില്ലാലിന്റെ ഒപ്പം ഉണ്ടാവും. പ്രണവ് ഉണ്ട്. പ്രണവ് എന്തായാലും വരും. നല്ല എന്തായി അല്ലോ അതാ വേറെ കല്യാണം കുറിയൊക്കെ അടിച്ചാലേ വിടുള്ളൂ പറഞ്ഞു. ഞാൻ ഇപ്പൊ എന്നിട്ട് പുതിയ ഒന്ന് അടിച്ചാൻ കൊടുത്തിക്കണം. കാരണം സേവ് ദ റേറ്റ് കാണിച്ചു കൊടുത്തിട്ട് ഇതൊക്കെ ഫേക്ക് ആണ് പറഞ്ഞാണ്ട് വിട്ടിട്ടില്ല അവരിന്ന്. അവന് പുതിയ കല്യാണ കുറിയൊക്കെ അടിച്ചിട്ട് വേണം. KJP ആണ് നാറികളെ ഇടില്ല. ആദർശ് ജോസ് പെരേറയാണോ നീ? ആര് ആരും അത് മുഞ്ചിപ്പിക്കൂല. പിന്നെ അയ്യേ KJPന്റെ സാധനം വേണ്ട നമുക്ക്. ഹണിമൂൺ എവിടെയാണോ? ഹണിമൂണ് പ്ലാനൊന്നുമില്ല. നമ്മളതൊക്കെ പ്രേമിക്കണ സമയത്ത് നമ്മൾ ആദ്യം എടുത്ത ഒരു ഇതുണ്ടായിരുന്നു. നമ്മളെ ആദ്യം ഒരു ഉംറ കല്യാണം കഴിഞ്ഞാൽ അതെന്തായാലും പോകും. ഉംറ കഴിഞ്ഞിട്ടേ വേറെ എവിടേക്കും പോവുള്ളൂ. അതിപ്പോ ഇനി സാധാ ടൂറാണെങ്കിൽ പോലും അത് നമ്മളൊരു നീർച്ചയായിരുന്നു സത്യം പറഞ്ഞാൽ. ഫാസ്റ്റ് അതൊക്കെ ഒരു കാലം. പ്രേമിക്കണ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ടൈമാ കൈസ്. അത് നിങ്ങൾക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അത് ആ സമയം ഭയങ്കര തലക്ക് പിടിച്ചിരിക്കണ സമയത്ത് നമുക്ക് ഭയങ്കര അതിമക്ക് ഭയങ്കര അഡിക്ഷൻ ആയിക്കാരം. മനസ്സിലാവും. ആ സമയത്ത് എടുത്തൊരു തീരുമാനമാണ് ഫസ്റ്റ് ഉംറക്ക് പോയിട്ട് വേറെ എവിടേക്കും പോവുള്ളൂ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് വരും. കല്യാണം കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പോവില്ല. എന്തായാലും ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു ഉംറക്കൊക്കെ പോയിട്ട് പിന്നെ എവിടേക്കൊക്കെ നമ്മൾ നിക്കാഹ് കഴിഞ്ഞിട്ട് 3 കൊല്ലമായി കഴിച്ചു. പിന്നെ ശരിക്കും ഉംറ എന്താന്നോ ലിയോ ബ്രോ, അത് നമ്മളെ ഇസ്ലാമിക് ഒരു ഇതാണ്. എന്താ പറയാ നിങ്ങളിപ്പോ അമ്പലത്തിലൊക്കെ പോകൂല എല്ലാവരും. ഈ ക്രിസ്ത്യാനി പള്ളികളൊക്കെ പോകണവരെ നമ്മളൊരു അങ്ങനത്തെ ഒരു റിലീജിയൻ ബേസ്ഡ് ഇതാണ്. വെൽക്കം ടു സൗദി അറേബ്യ. ടാക്കോയ് താങ്ക് യു ഫോർ ദ 500 കിക്ക് പോയിന്റ്സ്. നല്ല ഫുഡൊക്കെ റെഡിയാക്കി വെച്ചു. ഞാൻ സൗദി വരുന്നുണ്ട്. കുറച്ച് കഴിച്ചട്ടെ. 2 ആഴ്ചയെങ്കിലും കഴിയും. 2 ആഴ്ച കഴിയാതൊന്നും വരാൻ കഴിയില്ല.